ഇനി കണ്ണൂർ കണ്ണപുരത്തേക്കാണ് പോകുന്നത്. ഇന്നലെ അവിടെയുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സ്ഥലം കൂടിയാണ് കണ്ണപുരം. ഏതായാലും ഈ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട പിടിയിലായ പ്രതി അനു മാലിക്കിനെ പോലീസ് ഇന്ന് വിശദമായി ചോദ്യം ചെയ്യാനിരിക്കുകയാണ്. സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് സൂക്ഷിച്ചത് എന്തിനാണെന്നും ആർക്ക് വേണ്ടിയെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതോടെ വ്യക്തത വരുത്താമെന്നാണ് പോലീസ് കരുതുന്നത്. കൊല്ലപ്പെട്ടയാളല്ലാതെ കൂടുതൽ ആളുകൾ നിർമ്മാണത്തിൽ പങ്കാളികളാണോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ഇന്നലെ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇനിയും നിരവധി ചോദ്യങ്ങൾ ഉത്തരം കിട്ടേണ്ടതുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. അത്തരം ചോദ്യങ്ങൾക്ക് ഈ അനു മാലിക്കിനെ ചോദ്യം ചെയ്യുന്നത് വഴി വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണോ നിലവിലെ അന്വേഷണ സംഘം? ജിൽസി, നാടിനെ നടുക്കിയ കീഴറ സ്ഫോടന കേസിലെ മുഖ്യപ്രതി അനു മാലിക് എന്ന അനൂപ് കുമാറിനെ ഇന്നലെ വൈകിട്ടാണ് കാഞ്ഞങ്ങാട് വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം കണ്ണപുരം പോലീസിന് പ്രതിയെ കൈമാറി. ഇന്നലെ രാത്രിയോടുകൂടി കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച അനൂപ് മാലിക് ഇപ്പോൾ കണ്ണപുരം സ്റ്റേഷനിലാണുള്ളത്. ഇന്നലെ ഒരു പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. മാത്രമല്ല, ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ക്രൈംബ്രാഞ്ച് ACP ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ACPയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രത്യേക സംഘവും ഇന്ന് അനൂപ് മാലിക്കിനെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ചോദ്യം ചെയ്യലിൽ നിരവധി ചോദ്യങ്ങൾക്ക് സ്വാഭാവികമായും ഉത്തരം അനൂപ് മാലിക്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത്, നിരന്തരമായി ഇത്തരം കേസുകളിൽ അകപ്പെടുന്ന പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുന്ന ആളാണ് അനൂപ് മാലിക് എന്ന് പറയുന്ന അനൂപ് കുമാർ. അതായത് നമുക്കറിയാവുന്നതുപോലെ 2016 മെയ് മാസത്തിൽ കണ്ണൂർ പുഴാതിയിലുണ്ടായ സ്ഫോടനത്തിൽ സമാനമായ രീതിയിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ്. മാത്രമല്ല, പലയിടങ്ങളിലും ഈ സ്ഫോടക വസ്തുക്കൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതും അടക്കം നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. നിലവിൽ പോലീസിന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 7 കേസുകൾ, സമാന രീതിയിലുള്ള കേസുകൾ അനൂപ് കുമാറിനെതിരെ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. ഇയാളുടെ ഒരു സ്ഥിരമായ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും മറ്റും വാടകയ്ക്ക് വീടെടുത്ത് ആ വീട്ടിനുള്ളിൽ വലിയ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ നിർമ്മിക്കുക, അതിനുശേഷം അത് ശേഖരിച്ച് വെക്കുക, പിന്നീട് പുറത്തുള്ള ആളുകൾക്ക് ഇത് വിൽക്കുക എന്നതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ എന്ന് പറയുന്നത്. ഇയാൾക്ക് നിലവിൽ ലൈസൻസ് അടക്കം ഒരു തരത്തിലുള്ള ലൈസൻസും ഇല്ല. മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിരവധി കേസുകളിൽ പ്രതിയാണ്. സ്വാഭാവികമായും ഈ സമയത്തുണ്ടാകുന്ന ഒരു ചില ചോദ്യങ്ങളുണ്ട്. അതായത്, സാധാരണ ഈ ഉത്സവ കാലഘട്ടങ്ങളിലാണ് ഈ മലബാറിലൊക്കെ ഇത്തരം പടക്കങ്ങൾക്ക്, ഉഗ്ര സ്ഫോടന ശേഷിയുള്ള വലിയ പടക്കങ്ങൾക്ക്, ഗുണ്ടുകളടക്കമുള്ളവയ്ക്കൊക്കെ ആവശ്യക്കാരുണ്ടാവുക. അവർക്ക് ചെറിയ ക്ഷേത്രങ്ങളിലേക്ക്, കാവുകളിലേക്കൊക്കെ ഈ പടക്കങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുക എന്നതാണ് അനൂപ് മാലിക്കിന്റെ പ്രധാനപ്പെട്ട തൊഴിൽ. പക്ഷേ ചോദ്യം എന്ന് പറയുന്നത്, ഈ സമയത്ത് എന്തിനാ ഇത്രയധികം പടക്കങ്ങൾ ശേഖരിച്ചു വെച്ചു, ഉൽപ്പാദിപ്പിച്ചു എന്നതൊക്കെയാണ്. അതായത്, വടക്കേ മലബാറിൽ ക്ഷേത്രങ്ങളിലേക്ക് ഉത്സവങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉത്സവത്തിന്റെ സീസൺ ഒന്നുമല്ല. ആ സമയത്ത് എന്തിനാണ് ഇത്തരത്തിൽ ഈ പടക്കങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചത് എന്നതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, എവിടെ നിന്നാണ് ഇയാൾക്ക് ഇതിനുള്ള വെടിമരുന്നുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും ലഭിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, ഇയാൾക്ക് മറ്റാർക്കെങ്കിലും, ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധ സംഘടനകൾക്കോ മറ്റോ ഇയാൾ ഈ സമയങ്ങളിൽ ഇത്തരം ഉഗ്രസ്ഫോടന ശേഷിയുള്ള പടക്കങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ നിരവധിയായ ചോദ്യങ്ങളുടെ ഉത്തരം അനൂപ് കുമാറിൽ നിന്ന് പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായ പരിശോധന, പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. ഇന്ന് വിശദമായ ചോദ്യം ചെയ്യും. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം അനൂപ് കുമാറിനെ ഇവിടെ സ്ഫോടനം നടന്ന കീഴറയിലെ ആ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്താനുള്ള, തെളിവെടുപ്പ് നടത്താനുള്ള നീക്കവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇയാളിൽ നിന്ന് കുറെ മറ്റു ചില കാര്യങ്ങൾ കൂടി, അതായത് ഈ സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് ലഭിക്കുന്നു, ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിക്കുന്നുണ്ടോ, ഈ നിർമ്മാണത്തിൽ ആരൊക്കെയാണ് സഹായിക്കുന്നത്, ഒപ്പം ഇതാർക്കാണ് വിതരണം ചെയ്യുന്നത് തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. അത്തരം വിശദമായ ചോദ്യം ചെയ്യൽ, അതിനുള്ള മറുപടികളാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ശരി സുനിൽ, എന്തായാലും സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുകയാണ്. നിരവധി കാര്യങ്ങളിൽ പോലീസിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അനൂപ് മാലിക്കിനെ ചോദ്യം ചെയ്യുന്നത് വഴി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് അന്വേഷണ സംഘം. സുനിൽ തുടരും.